പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരുപാട് നാമങ്ങളിൽ അള്ളാഹു അറിയപ്പെടുന്നു. യാ റഹ്മാൻ യാ അല്ലാ, യാ റഹീം യാ അല്ലാ, യാ മലിക് യാ അല്ലാ, ഇങ്ങനെ തുടങ്ങുന്ന 99 നാമങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയപ്പെടുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരായത്തിൽ കാണാം, അള്ളാഹു അവനല്ലാതെ ഒരാരാധ്യനുമില്ല, ഏറ്റവും സുന്ദരമായ നാമം അവനുള്ളതത്രേ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ലമായ ഓരോ നാമങ്ങളും നമ്മൾ പതിവാക്കണം. പിണങ്ങിയിരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഇസ്മ വദൂദ് എന്നുള്ള ഇസ്മ, യാ വദൂദ് യാ അല്ലാ, യാ വദൂദ് യാ അല്ലാ എന്നുള്ള ഇസ്മ നമ്മൾ ചൊല്ലിക്കൊണ്ടേ ഇരുന്നാൽ പിണക്കമൊക്കെ മാറി സ്നേഹമുണ്ടായിത്തീരുന്നതാണ്. കുടുംബ ബന്ധത്തിൽ പിന്നിപ്പുണ്ടാകുമ്പോൾ, പിണങ്ങിയിരിക്കുമ്പോഴൊക്കെ ഇണങ്ങുവാൻ വേണ്ടി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയിരിക്കുമ്പോൾ ഇണങ്ങുവാനൊക്കെ യാ വദൂദ് യാ അല്ലാ, യാ വദൂദ് യാ അല്ലാ എന്ന ഇസ്മ പതിവാക്കുക. ഒരു കവി പറഞ്ഞതുപോലെ, ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിൻ്റെ വാതിൽ മടിക്കണം മുട്ടണ്ട. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ലമായ യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്നുള്ള ഇസ്മ ധാരാളം നിങ്ങൾ ചൊല്ലുക. നിങ്ങൾക്ക് സ്നേഹമുണ്ടാകും. പിണങ്ങി നിൽക്കുന്നവരൊക്കെ ഇണങ്ങി സന്തോഷവും സമാധാനവും അല്ലാഹു തആല തരും. ആമീൻ റഹ്മത്തുള്ളാഹി.